അത് എന്തിന് അത് മറച്ചു വെക്കണം? സ്വന്തം കഴിവിലൂടെ 2 MP ആയും ഇപ്പോൾ MLA ആയും മന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ എന്തിന് അത് മറച്ചു വെക്കണം എന്ന വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് എന്ന് തോന്നുന്നു അത് എഡിറ്റ് ചെയ്ത് സഹധർമ്മിണിക്കൊപ്പം എന്ന് MP മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിമർശനം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴാണ് ഈ വിമർശനം ഇങ്ങനെ ഈ നിലയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത്തരം വിമർശനങ്ങളെ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത്തരം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന വിമർശനങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. പറയുന്നവർ പറയട്ടെ. നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണോ പ്രവർത്തിക്കാൻ നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അത് 100% ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വിമർശനങ്ങളുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് അറിയിക്കുക. അത് കൃത്യമാണെങ്കിൽ, അവരുടെ വിമർശനം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താൻ ശ്രമിക്കാം. അല്ലാത്ത അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങളെ ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല. വിമർശനങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ അവർക്ക് മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. വലിയ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് 24 മണിക്കൂർ തികയാത്ത തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ മറ്റുള്ളവരുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ഇടങ്ങളിലോ പോയി ഇടാൻ നമ്മൾ സമയം കണ്ടെത്തുകയില്ലല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ ഒരു സ്വഭാവം അതാണ്. ഞാൻ ആർക്കും അത്തരത്തിൽ ആരെയും വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോയി പോസ്റ്റ് ഇട്ടിട്ടോ ഞാൻ ഇന്ന് വരെ അതിനുവേണ്ടി ഒരു തരത്തിലും ഒരിക്കൽ പോലും അത്തരം ശ്രമങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടാകാനും ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്ക് അടുപ്പമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമുക്കൊരാളോട് ഒരു വിമർശനം പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞിട്ടാണ് ശീലം. അപ്പോ എന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് അറിയിക്കണം. ആ വിമർശനം കൃത്യവും സത്യസന്ധവുമാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താൻ ശ്രമിക്കാം. അപ്പോ പ്രവർത്തനം കണ്ട് വിലയിരുത്തൂ എന്നതാണ് മിനിസ്റ്റർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ വീട്ടിലെ കാര്യം എടുത്താൽ ഒരു MPയും ഒരു മന്ത്രിയും ഒരു വീട്ടിൽ നിന്നാണ്. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ആർക്കായിരിക്കും മുൻഗണന? എങ്ങനെയായിരുന്നു വീട്ടിലെ പ്രോട്ടോകോളിന്? വീട്ടിൽ പ്രോട്ടോകോൾ ഇല്ലല്ലോ. അവിടെ വീട് എന്ന് പറയുന്നത് സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഊഷ്മളമായ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എല്ലാവരുടെയും വീട് എന്ന് പറയുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും പദവികൾ വരുന്നത് കൊണ്ട് മാറ്റമുണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, ഏതൊരു പദവി വന്നാലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏറ്റവും താഴെത്തട്ടിൽ നിന്നുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ജനങ്ങളോട് ഇടപെടുക. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഉറപ്പുവരുത്തുക. കാരണം ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ ജനങ്ങൾക്കാണ് ഏറ്റവും ശക്തി എന്ന് പറയുന്നത്. ജനങ്ങളാണ് അവിടുത്തെ അധികാരികളും യജമാനന്മാരും. ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മിനിസ്റ്റർ, നമ്മൾ ഈ മന്ത്രിസഭയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ 2 വനിതാ മന്ത്രിമാരാണ്. അത് മതിയോ? വനിതാ പ്രാതിനിധ്യം ഇത്ര മതിയോ? രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പോയത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷവും വരുമ്പോൾ 2 മന്ത്രിമാർ എന്നതിലേക്ക് ചുരുങ്ങുകയാണ്. എന്താണ് അതിലെ വ്യക്തിപരമായ അഭിപ്രായം? എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, മന്ത്രിമാർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല. അവർ എത്രമാത്രം ജനങ്ങൾക്ക് ആക്സസിബിൾ ആണ്, എത്രമാത്രം നല്ല കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അവർ ഇരിക്കുന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ കൃത്യങ്ങളാണോ അവർ നിർവഹിക്കാനുള്ളത് അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കാലഘട്ടം സ്ത്രീകളുടെ കൂടുതലായിട്ടുള്ള കടന്നുവരവ് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അത് മന്ത്രിമാരുടെ എണ്ണത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും സ്ത്രീകളുടെ വരവ് സ്വാഗതാർഹമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ സ്ത്രീകൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആ നിലയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സാമ്പത്തിക ശാക്തീകരണമാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വവും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണവും
ഏതൊരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീക്കും പെൺകുട്ടിക്കും ആത്മവിശ്വാസം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം, പണമുണ്ടായതുകൊണ്ട് മാത്രം ശാക്തീകരണം എന്നല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ നമുക്കൊരാവശ്യം വന്ന് നമുക്കൊരു വ്യക്തിപരമായിട്ട് ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ 1000 രൂപ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരാവശ്യം വന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് സ്ത്രീകൾ എത്തിപ്പെടരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക, അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. സ്ത്രീകൾ പലപ്പോഴും ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവസരങ്ങൾ വരണം. അത് വീടിനകത്താണെങ്കിലും ഔദ്യോഗിക മേഖലകളിലാണെങ്കിലും അവിടെ എത്തിപ്പെടുമ്പോൾ ഇപ്പൊ എല്ലാവരും ജനിച്ചു വരുമ്പോൾ എല്ലാ കഴിവുകളോടും കൂടിയിട്ടല്ലല്ലോ വരുന്നത്. അത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്നുള്ള കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. ആർക്കാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എത്തിപ്പെടുമ്പോൾ അതേത് പദവിയിലാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവഗാഹത്തോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. ആ കഴിവുകളെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്ക് വ്യക്തിപരമായിട്ടും ഗുണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാവർക്കും ശോഭിക്കാൻ കഴിയട്ടെ എല്ലാ ഇടങ്ങളിലും, അവനവൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ സ്ത്രീകളെ കുറിച്ചും. മിനിസ്റ്റർ, ഇപ്പോ AK ആന്റണി മുതിർന്ന നേതാവ് തന്നെ ഈ അട്ടപ്പാടിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, പക്ഷേ അതൊന്നും അത്ര ഫലവത്തായിട്ടില്ല. പ്രത്യേക പരിഗണന അട്ടപ്പാടിക്ക് നൽകണമെന്ന ഒരു നിർദ്ദേശം ഈ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. താങ്കളുടെ വിജയത്തെയൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു, ഇടതു കോട്ടയിലെ വിജയത്തെയൊക്കെ. അപ്പോൾ അട്ടപ്പാടി ഒരു പ്രധാന കൺസിഡറേഷൻ ആയിരിക്കണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളുമോ? തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടിരുന്ന വലിയൊരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായിട്ടും അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ തീർച്ചയായിട്ടും ഉപദേശങ്ങൾ തേടും. ഒരുപാട് ആളുകൾ എനിക്ക് മുൻപേ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരുമായിട്ടും കൂടിയാലോചന, ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ച് എവിടെയാണോ നമുക്ക് ഇപ്പൊ സാർ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ആളുകളിലേക്ക് ആ പ്രയോജനം എത്താൻ സാധിക്കാത്തത്, എവിടെയാണ് നമുക്ക് പോരായ്മ വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ എവിടെയൊക്കെയോ പോരായ്മകൾ സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തത്. അപ്പൊ അത് കൃത്യമായി കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കും. ഇതിപ്പോ ഇന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഇപ്പോൾ വലിയ വിമർശനം ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ വലിയ വിമർശനമായി അദ്ദേഹം ഇന്നും ആ കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ മതനിരപേക്ഷമായിരിക്കണം, ബഹുസ്വരമായിരിക്കണം നമ്മുടെ സമൂഹം, അങ്ങനെ നിലനിന്ന് പോകണം എന്ന ഒരു കൺസേൺ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അത് പൂർണ്ണമായും ആലപിച്ച അതിനെതിരെ ആളുകൾ രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് ആ വിമർശനത്തെ, ആ നിർദ്ദേശങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്? ഞാൻ അതിലേക്കൊന്നും കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ 10 വർഷമായി അനുഭവിച്ച ജനദ്രോഹ നയങ്ങൾ അവസാനിച്ചുകൊണ്ട് ഒരു പുതുയുഗ പിറവിയുടെ തുടക്കമാണ് ഇന്നലെ കുറിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിൽ വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തത്. അതിന്റെ ആവേശം അവിടെ പ്രകടമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റ് വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മതേതരത്വത്തിന്റെ മുഖമാണ്. അല്ലാത്ത കേരളത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും അതുപോലെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും ആ വഴിയിലൂടെ തന്നെയായിരിക്കും പോവുക. മറ്റ് എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് ഒന്നും കമന്റ് ചെയ്യാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഒരു ചരിത്രാധ്യാപികയാണ്, ആ നിലയിൽ വലിയൊരു ശിഷ്യഗണമുണ്ട്. തങ്ങളുടെ ടീച്ചർ ഇതുപോലെ, അധ്യാപിക ഇതുപോലെ
മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട ശിഷ്യർ വിളിക്കുക, അഭിനന്ദിക്കുക, അങ്ങനെ രസകരമായ അനുഭവങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നേരിട്ട് വിളിക്കുന്നുണ്ട്, അവർക്ക് എന്നെ മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, സഹപ്രവർത്തകർ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് എൻ്റെ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ നേരിട്ട് സാധാരണ ഉള്ളതുപോലെയുള്ളൊരു സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ എൻ്റെ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ഒക്കെ കാണാൻ ഇനിയും അവസരമുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരു സഹകരണവും അതുപോലെ തന്നെ അവരുടെയൊക്കെ സന്തോഷങ്ങളും അവരുടെയൊക്കെ ആ ഒരു സാന്നിധ്യം നേരിട്ടില്ലെങ്കിൽ കൂടിയും ഫോണിലൂടെ ആണെങ്കിലും ഒക്കെ ആശയവിനിമയത്തിനൊക്കെ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലെ വനിതാ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ആ 5 വർഷക്കാലം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. ആക്സസിബിൾ ആയിരുന്നില്ല മിനിസ്റ്റർ എന്നതൊരു വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കെ തുളസി എന്ന മിനിസ്റ്റർ സാധാരണക്കാർക്ക് ആക്സസിബിൾ ആയിരിക്കും? 100% ആക്സസിബിൾ ആയിരിക്കും. മണ്ഡലത്തിൽ ചെലവഴിക്കാൻ ഒരു മന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകൾ ഉണ്ടാകും. എങ്കിൽ പോലും മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും ആഗ്രഹമുണ്ടോ? തീർച്ചയായും. കാരണം എനിക്കിപ്പോ ഈ പദവി ലഭിച്ചത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരാൻ സാധിച്ചത് കൊണ്ടാണല്ലോ. അതും നേരത്തെ നിങ്ങളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇടത് കോട്ട എന്ന് പലരും അവകാശപ്പെട്ടിരുന്ന, വർഷങ്ങളായി രൂപീകരിക്കപ്പെട്ട് ഇന്ന് വരെ UDF വിജയിച്ചു വരാൻ കഴിയാതെ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വിജയിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പൊ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച UDF നേതൃത്വമുണ്ട്, പ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അതുപോലെ തന്നെ എന്റെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത കോങ്ങാടിലെ ജനങ്ങളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. സ്വാഭാവികമായിട്ടും ഒരു MLA എന്നുള്ള നിലയിൽ ആ മണ്ഡലത്തിന്റെ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളത് കൂടി എന്റെ ഉത്തരവാദിത്വമാണല്ലോ. സ്വാഭാവികമായിട്ടും അത് ഒരു മടിയുമില്ലാതെ 100% ആത്മാർത്ഥമായിട്ട് തന്നെ നിർവഹിക്കും. കാരണം കോങ്ങാടിനോട് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവുമാണ്. മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചു, ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്, ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളാണ്. തീർച്ചയായും ഒരു മനുഷ്യസ്നേഹിയായി എല്ലാ സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി തുടരുമെന്നതിന്റെ സൂചന ആ വാക്കുകളിൽ നിന്നുണ്ട്. അതിനും അപ്പുറം ഈ വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്ന മൃഗങ്ങളെ കണ്ടാൽ കെ തുളസിയുടെ വാഹനം അവിടെ നിൽക്കുമെന്നും അതിനെ ആശുപത്രിയിൽ എത്തിക്കുമെന്നും വെറ്ററിനറി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടേ മടങ്ങുള്ളൂ ആള് എന്നൊക്കെയുള്ള അങ്ങനെ ഒരു മൃഗസ്നേഹിയാണ് എന്നത് കൂടി അറിയാം. മിനിസ്റ്ററുടെ വാഹനം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇനി സഡൻ ബ്രേക്ക് ഇടുമോ? തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സമൂഹത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എല്ലാ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ നേരിട്ട് പോയില്ലെങ്കിലും നമുക്കതിന് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. ഏതൊക്കെ തരത്തിലാണോ സഹായം എത്തിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യുന്ന തരത്തിൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോ എല്ലാ ആശംസകളും മിനിസ്റ്റർ. മുന്നോട്ടുള്ള വഴിയിൽ വകുപ്പ് തീരുമാനമാകട്ടെ, കിട്ടുന്ന വകുപ്പിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ, സാധാരണക്കാരന്റെ പ്രതീക്ഷകളെ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആർക്കും വേണ്ടാത്ത മൃഗങ്ങൾക്ക് വരെയും തണലാകുന്ന, സാന്ത്വനമാകുന്ന ആ ശ്രമങ്ങളും പരിശ്രമങ്ങളും പ്രവൃത്തിയും തുടരട്ടെ. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ 2 മിനിസ്റ്റേഴ്സാണ്. അവരുടെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവർ നടന്നു വന്ന വഴികൾ എന്താണ് എന്നതിന്റെ അനുഭവം നമ്മൾക്കൊപ്പം പങ്കുവച്ചത്. എന്തായാലും ഈ ദിവസങ്ങളിൽ എന്താണ് നമ്മൾ ഭരണത്തിലെത്തിയ ആളുകൾക്ക്, നമ്മളെ ഭരിക്കാനിരിക്കുന്നവർക്ക് പറയാനുള്ളത് എന്നതിന് വളരെ പ്രസക്തിയുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം ഈ പറഞ്ഞ വാക്കുകളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്നത്. അപ്പോൾ ഇന്നത്തെ നേരം വൈകുന്നേരത്തിന്റെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.